Thank you, friends, for joining in this live. Thank you for watching. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 61-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം അഥവാ 61-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിക്കുന്നു. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, ഞാൻ നിന്റെ ചിറകിൻ മറവിൽ എന്നേക്കും ശരണം പ്രാപിക്കും. Let me dwell in your tent forever. Let me take refuge under the shelter of your wings. നിന്റെ ചിറകുകളുടെ മറവിൽ ഞാൻ അഭയം പ്രാപിക്കും. സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ വാക്യങ്ങളും ഓരോ ബിംബങ്ങളാണ്. 3500 വർഷങ്ങൾക്കൊക്കെ ഇപ്പുറത്ത് നിന്ന് നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അത് മനസ്സിലാകണം എന്നില്ല. അതുകൊണ്ടാണ് ഈ കൾച്ചർ ആൻഡ് കോണ്ടെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പലപ്പോഴും ഞാൻ പറയുന്നത്. ചിറകുകളുടെ നിഴൽ. ഒരു എബ്രായ പുരുഷന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ന്യായപ്രമാണത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഒരു എബ്രായ പുരുഷന്റെ വസ്ത്രധാരണത്തിൽ അവിഭാജ്യമായ ഒരു ഘടകമാണ് അവനൊരു പുതപ്പുണ്ട്. അത് പുറത്ത് തൂക്കിയിടുന്ന ഒരു പുതപ്പാണ്. അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണാം. സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായത്തിലും നിയമാവർത്തനത്തിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലും പുറപ്പാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കാണാം. അതിലെ ഒരു വാക്യം നമ്മൾ വായിച്ചാൽ നിയമാവർത്തനം 22-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നീ പുതയ്ക്കുന്ന മേലാടയുടെ 4 കോണിലും പൊടിപ്പുണ്ടാകണം. നീ പുതയ്ക്കുന്ന മേലാടയുടെ 4 കോണിലും പൊടിപ്പുണ്ടാകണം. എബ്രായ പുരുഷന്റെ വസ്ത്രത്തിൽ എത്ര സ്ട്രാൻഡ്സ് ഉണ്ടായിരിക്കണം, എത്ര ടാസൽസ് ഉണ്ടായിരിക്കണം, എത്ര നോട്ട്സ് ഉണ്ടായിരിക്കണം, എത്ര വൈൻഡിങ്സ് ഉണ്ടായിരിക്കണം, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ എണ്ണങ്ങൾ, ഇതിനെല്ലാം വലിയ പ്രാധാന്യം കൊടുത്താണ് പറഞ്ഞിട്ടുള്ളത്. ഈ ജൂയിഷ് റൂട്ട്സ് അല്ലെങ്കിൽ എബ്രായ വേരുകൾ, അതേക്കുറിച്ച് നമ്മൾ ലൈവിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജൂയിഷ് ബാക്ക്ഡ്രോപ്പിലാണ് പരിശുദ്ധ സുറിയാനി സഭ രൂപകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ സുറിയാനി സഭയുടെ പുരോഹിതന്മാരുടെ അംശവസ്ത്രങ്ങൾ, മദ്ബഹായിലെ വിരിക്കൂട്ടം, അതുപോലെ മദ്ബഹായിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മണികൾ, ഇപ്പോ ധൂപക്കുറ്റിയാണ്, അതിന് എത്ര ചരടുകൾ, അതിലെത്ര മണികൾ, അങ്ങനെ എല്ലാത്തിനും അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ സംഖ്യകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. വേദപുസ്തക സംഖ്യാശാസ്ത്രം, 1ന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, 2 എന്തിനെ സൂചിപ്പിക്കുന്നു, 3 എന്തിനെ സൂചിപ്പിക്കുന്നു, 4 എന്തിനെ സൂചിപ്പിക്കുന്നു, 5 എന്തിനെ സൂചിപ്പിക്കുന്നു, 6 എന്തിനെ സൂചിപ്പിക്കുന്നു, ഇങ്ങനെ വേദപുസ്തക സംഖ്യാശാസ്ത്രം, അതേക്കുറിച്ച് നമ്മൾ 2 വർഷം മുമ്പ് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എബ്രായ പുരുഷന്റെ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ ഒരു മേലാടയെ കുറിച്ച് പറയുന്നു. അവന്റെ സന്തത സഹചാരിയായി
ഒരു മേലാട, അവന്റെ അങ്കിക്ക് മുകളിൽ ഒരു മേലാട ഉണ്ടായിരിക്കും, ആ മേലാടയ്ക്ക് തൊങ്ങൽ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ്. കാലത്തിന്റെ നീക്കത്തിൽ കർത്താവിന്റെ കൽപ്പനയെ ഒരു അലങ്കാരമാക്കി മാറ്റി. യേശുവിന്റെ കാലത്ത് നമ്മളേക്ക് ഈ തൊങ്ങൽ വലുതാക്കുന്ന ആളുകൾ വന്നു. അതായത് 4 മൂലയ്ക്കും തൊങ്ങൽ ഉണ്ടായിരിക്കണം. ഈ തുങ്ങൽ നീലയും വെള്ളയും നൂലുകൾ കൊണ്ടായിരിക്കണം. ആ നൂലുകൾ കൊണ്ട് തിരുവെഴുത്തുകൾ ചിത്രത്തയ്യലാക്കി രേഖപ്പെടുത്തുന്ന ഒരു പാരമ്പര്യമായിരുന്നു എബ്രായർക്കുണ്ടായിരുന്നത്. യേശുവിന്റെ കാലഘട്ടത്തിലായി കഴിഞ്ഞപ്പോഴേക്കും അവർ ആ തൊങ്ങൽ വലുതാക്കി, ശ്രദ്ധ പിടിച്ചു പറ്റാൻ, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള തൊങ്ങലാണ്, അപ്പൊ തൊങ്ങൽ വലുതാക്കി. അപ്പൊ അതിന് യേശു പരിഹസിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ മന്ത്രപ്പട്ടയ്ക്ക് വീതി കൂട്ടുന്നു, തൊങ്ങൽ വലുതാക്കുന്നു. അപ്പൊ നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന വലുപ്പത്തിൽ കൃത്യമായി തൊങ്ങലുകളുള്ള ഒരു പുതപ്പ് യേശു കർത്താവിന് ഉണ്ടായിരുന്നു. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ മനോഹരമായ ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ വളരെ വലിയ ഒരു പുതപ്പ്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പുതപ്പിനേക്കാൾ വളരെ വലിപ്പമുള്ള പുതപ്പ്, ഈ പുതപ്പ് വലിച്ചു കെട്ടുമ്പോൾ അതൊരു കൂടാരം പോലെ വലിച്ചു കെട്ടുകയാണ്. നമ്മൾ ഇന്നത്തെ ആധുനിക വേദികളിലൊക്കെ നമ്മൾ തുണികൾ കൊണ്ട് വലിച്ച് കെട്ടി ഉയർത്തിയിരിക്കുന്ന ചെറു കൂടാരങ്ങളെ കണ്ടിട്ടുണ്ട്. സൽക്കാര വേദികളിലും ആഘോഷവേദികളിലൊക്കെ നമുക്കത് കാണാം. യഹൂദന്റെ വിവാഹത്തിന് മണവാളന്റെ പുതപ്പ് കൊണ്ട് ഒരു മേക്കെട്ടി, നമ്മള് യാക്കോബായ സഭയുടെയൊക്കെ ഈ പ്രദക്ഷിണം പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ അച്ഛന്മാര്, ഈ വൈദികര് പോകുന്ന ഒരു മേക്കെട്ടി 4 തൂണുകളിൽ ഒരു വലിയ പുതപ്പ് വലിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ യഹൂദ വിവാഹത്തിന് ഈ മണവാളന്റെ പുതപ്പ് ഉയർത്തി കെട്ടുമ്പോൾ അതിന് അടിയിൽ വെച്ചാണ് ഇവർ വിവാഹിതരാകുന്നത്. അവർ സംയോജിക്കുന്ന ആ സുഖശീതളിമ നൽകുന്ന ആ പുതപ്പിന്റെ കീഴെയുള്ള ആ സ്ഥലത്തിന് ഹ്യൂപ്പ എന്നാ പറയുന്നത്. ഹ്യൂപ്പ, ആ ഹ്യൂപ്പയ്ക്കടിയിലാണ് ഇവർ വിവാഹിതരാകുന്നത്. അതെന്നും അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സ്മരണയാണ് ആ ഹൂപ്പ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ കൂടാരത്തിൽ, നിന്റെ ഹൂപ്പയിൽ. അപ്പൊ കൃഷ്ണമായ ദൈവവുമായിട്ട് തന്റെ ബന്ധം ഒരു മണവാളനോട് മണവാട്ടിക്കുള്ള ബന്ധമാണെന്നാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഹൂപ്പയിലാണ് സുരക്ഷിതത്വം കണ്ടെത്തുന്നത്. പിന്നെ പറയാണ്, നിന്റെ ചിറകുകളുടെ മറവിൽ ഞാൻ അഭയം പ്രാപിക്കും. ചിറകുകൾ, തൊങ്ങലുകൾ, അണ്ടർ യുവർ വിങ്സ്. ഈ വിങ്സ് എന്ന് പറയുന്നത് ഈ തൊങ്ങലുകളെയാണ്, ഈ പുതപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു എബ്രായ പുരുഷന്റെ പുതപ്പ്, ഈ പുതപ്പിന് കീഴെയാണ് രൂത്ത് കയറി കിടക്കും നമ്മൾ കാണുന്നത്. വിജാതീയ സ്ത്രീയായ, മൊവാബിയ സ്ത്രീയായ, അശരണയായ, അനാഥയായ, നിരാലംബയായ ആ രൂത്ത് അഭയം കണ്ടെത്തുകയാണ് ബോവസിന്റെ പുതപ്പിന്റെ കീഴിൽ. ആ ചിത്രം വളരെ മനോഹരമായിട്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, നിന്റെ കൂടാരത്തിൽ. എങ്ങനെയാണ്? Just like Ruth, my great grandmother found refuge under the blanket of Boaz. Just like that. അപ്പൊ ദാവീദിന്റെ വലിയ വല്യമ്മയാണ് രൂത്ത്, അല്ലേ? ബോവസിന് രൂത്തിലുണ്ടായ മകന്റെ മകനാണ് ഈശായി. ആ
ഈശായുടെ മകനാണ് ദാവീദ്. അപ്പൊ ഓബേദിന്റെ മകനായ ഈശായുടെ മകനായ ദാവീദ്. അപ്പം ആ രൂത്ത് എങ്ങനെ ആ പുതപ്പിന് കീഴിൽ അഭയം കണ്ടെത്തിയോ താരതമ്യം ചെയ്യുകയാണ്. ഇതാണ് ഒരു എബ്രായ പുരുഷന്റെ വസ്ത്രധാരണത്തിന്റെ മാതൃക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതിനെ കുറിച്ച് പൗലുസ്ലിയ പറയാ ഗലാത്യർ 4:4, when time had fully come, God sent his son under the law, born of a woman. He was under the law. നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും. യോഹന്നാൻ 8. യേശു കർത്താവ് ന്യായപ്രമാണം അനുസരിച്ച്, ന്യായപ്രമാണം വ്യക്തമായിട്ട് വസ്ത്രധാരണത്തെ കുറിച്ച് നിഷ്കർഷിക്കുകയാണ്. അപ്പൊ ആ നിഷ്കർഷകളെ ഉൾക്കൊണ്ടുകൊണ്ട് തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന തുകൽപ്പെട്ടിയും 4 ഭാഗത്തും തൊങ്ങലുകളുള്ള പുതപ്പും ഇട്ടിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ടാണ് യേശു കർത്താവ് സഞ്ചരിച്ചത്. അവൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോ ഈ പുതപ്പ് നീളമുള്ള പുതപ്പാണ്, അത് നിലത്തൂടെ ഇങ്ങനെ എഴയുക. അപ്പോ 12 വർഷമായി രക്തസ്രാവമുള്ള ആ സ്ത്രീ സ്വയം തന്നോട് പറയുകയാണ്, ഞാൻ അവന്റെ ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ, അവന്റെ പുതപ്പിന്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. യേശു കർത്താവിന്റെ വസ്ത്രധാരണം വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ കാണാം. ജൂയിഷ് കസ്റ്റം മുഴുവൻ യേശു പാലിച്ചിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ, പറഞ്ഞാൽ വസ്ത്രത്തിന്റെ 4 ഭാഗത്തും ഈ തൊങ്ങലുണ്ട്, ആ തൊങ്ങലിൽ ചെന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം വരും. അതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അതാണ് മനോഹരമായ ഒരു പ്രവചനമുണ്ട്, വളരെ മനോഹരമായ പ്രവചനം. അത് മലാഖിയുടെ പുസ്തകത്തിലാണ്. മലാഖിയുടെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ്. മലാഖിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം, അതായത് അവസാനത്തെ അധ്യായത്തില് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ, സൺ ഓഫ് റൈറ്റിയസ്നസ്, നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. അവ ഉദിക്കാൻ പോകുന്ന നീതി സൂര്യന്റെ ചിറകിൽ, വിങ്സിൽ ഹീലിംഗ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ യേശു കർത്താവ് നീതി സൂര്യനായിട്ട് വരികയാണ്. അപ്പൊ അവന്റെ തൊങ്ങല്, അവന്റെ ചിറക്, അപ്പൊ സങ്കീർത്തനം 61 നമ്മൾ വായിച്ച്, അവന്റെ ആ പുതപ്പാണ് ഈ പറഞ്ഞ ഈ ചിറക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ചിറക് അല്ലെങ്കിൽ അവന്റെ തൊങ്ങൽ, ഈ സ്ത്രീ പറയാണ്, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ. ഇപ്പം മർക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം അവിടെ പറയുന്നു, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറയുന്നത് പുരുഷാരത്തിൽ പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഒരു പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസിന്റെ മകൾ രോഗബാധിതയായി ഗുരുതരാവസ്ഥയിലായിരിക്കുമ്പോൾ അവൻ വന്ന് യേശു കർത്താവിനോട് അപേക്ഷിച്ച് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗമാണ്. പള്ളിപ്രമാണിയുടെ വീട്ടിലേക്കുള്ള യാത്രാമധ്യയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആ സമയമായപ്പോഴേക്കും ഈ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് വാർത്തയുമായിട്ട് ആള് വന്നു. പക്ഷെ യേശു ആ വാക്ക് കാര്യമാക്കാതെ അവന്റെ വീട്ടിൽ ചെന്നു.
40-ാമത്തെ വാക്യമാണ്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യം. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. താലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ താലിഥ കൂമി എന്ന് അവളോട് പറഞ്ഞു. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് താലിഥ കൂമി എന്നാണ്. തലിഥ കൂമി, തലിഥ കൂമി എന്ന് പറഞ്ഞിട്ട് ഈ സുവിശേഷകൻ തന്നെ പറയാണ് അതിന്റെ അർത്ഥം താലെ എഴുന്നേൽക്ക എന്നാണ്, തലിഥ കൂമി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് യേശു കർത്താവ് പറഞ്ഞത് ആ ഭാഷയിൽ അത് തർജീമ ചെയ്യുമ്പോൾ തലിത് എന്ന് പറഞ്ഞ തലിഥ ലിറ്റിൽ ഗേൾ എന്ന് തർജ്ജമ ചെയ്തിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ താലിത് എന്ന് പറഞ്ഞാൽ ഈ പ്രയർ ഷോൾ അല്ലെങ്കിൽ ഈ പുതപ്പ് അല്ലെങ്കിൽ ഈ വസ്ത്രം, ഈ വസ്ത്രത്തിനാണ് ഈ താലിത്ത് എന്ന് പറയുന്നത്. താലിത്ത് കൂമി എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് കൽപ്പിച്ചത് ഈ വസ്ത്രത്തോടാണ്. കർത്താവ് ചെന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന ഈ ബാലയുടെ മുകളിലേക്ക് തൻ്റെ ഈ പുതപ്പ് എടുത്ത് വിരിച്ചു, ആ മൃതദേഹത്തെ പുതപ്പിച്ചു. അനന്തരം താൻ കൽപ്പിക്കുന്നത് ഈ പ്രയർ ഷാളിനോട് അല്ലെങ്കിൽ ഈ പുതപ്പിനോടാണ് എഴുന്നേറ്റ് വരാൻ പറയുന്നത്. അതാണ് ഈ മിസ് ട്രാൻസ്ലേഷൻ എന്ന് താലിഥ കൂമി എന്ന് പറയുമ്പോ എറൈസ്, പുതപ്പ് നീ എഴുന്നേറ്റ് പോരുക. ആ കൂടെയാണ് ഈ ബാല എഴുന്നേറ്റ് വരുന്നത്. നമുക്കറിയാം ഈ എലിശ ഒരു മരിച്ച ബാലനെ ജീവിപ്പിക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് കയറി കിടക്കുകയാണ്. ഇവിടെ മരിച്ചു കിടക്കുന്ന ബാലയെ ഈ പുതപ്പ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. മൃതശരീരം ജീവൻ പ്രാപിക്കുന്ന കാഴ്ച ഇവര് കാണുന്നില്ല, മറിച്ച് ഇറ്റ് ഹാപ്പൻഡ് അണ്ടർ ദ ബ്ലാങ്കറ്റ്. ഈ ബ്ലാങ്കറ്റിന് കീഴിലാണ് സംഭവിക്കുന്നത്. യേശു കർത്താവ് ഉയർത്തത് എങ്ങനെയാണ്? യേശു കർത്താവ് ഉയർത്തത് കല്ലറക്കകത്താണ്, പുറത്താരും കണ്ടില്ല. ഉയർപ്പിനെ കുറിച്ച് പൗലോസ്ലീഹ കമ്പയർ ചെയ്യുന്ന എങ്ങനെയാണ്? വിത്തുകൾ കിളിർക്കുക. 15-ാം അധ്യായം കൊരിന്ത്യർ ലേഖനം. ഗോതമ്പിന്റെയോ വല്ലതിന്റെയും വിത്തല്ലയോ നീ വിതയ്ക്കുന്നത്, എന്നാൽ അത് കിളിർത്തുയരുന്നത് പോലെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. വിത്ത് എങ്ങനെയാ? മണ്ണിൽ നമ്മൾ കുഴിച്ചിടുന്നു, ആരും കാണുന്നില്ല. മണ്ണിന്റെ മറവിൽ ആ അന്ധകാരത്തിൽ ജീവൻ അതിലേക്ക് പ്രവഹിക്കുന്നു. അതേ മാതൃകയിൽ ഈ പുതപ്പിനടിയിൽ കിടക്കുന്ന ഈ ബാലയുടെ മൃതശരീരത്തിലേക്ക് ജീവൻ പ്രവഹിക്കുന്നു. യേശു കർത്താവ് പറയുന്നത് താലിഥ കൂമി, പോ. ഈ പ്രയർ ഷാൾ, ഈ തലീത്താണ് എഴുന്നേറ്റ് വരുന്നത്. യേശുവിന്റെ അമ്മ തൊഴിലുകൊണ്ട് ഒരു തുന്നൽക്കാരിയായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ വെച്ച് തന്നെ തുന്നൽക്കാരിയായിരുന്നു. തുന്നൽ പണികൾ ചെയ്തുകൊണ്ടിരുന്ന അമ്മ സ്വന്തം കൈകളാൽ നെയ്തെടുത്ത ഒരു അങ്കിയാണ്, മുകൾ തൊട്ടടി വരെ നെയ്ത അങ്കി. അതായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. അതേക്കുറിച്ച് പാരമ്പര്യം പറയുന്ന, അവൻ കുഞ്ഞായിരുന്നപ്പോൾ അവന് നെയ്ത് കൊടുത്ത ആ അങ്കി അവൻ വളരുന്നതിനോടൊപ്പം അവനോടുകൂടെ വളർന്നു എന്നാണ്. ആ അങ്കിക്ക് വേണ്ടിയാണ് അവർ ചീട്ടിട്ടത്. അത് മേൽ തൊട്ടടി വരെ തുന്നലില്ലാതെ നെയ്തതായതുകൊണ്ട് അവർ അതിനുവേണ്ടി ചീട്ടിട്ടു. അവരുടെ വസ്ത്രം പകുത്തെടുത്തു. യേശുവിന്റെ അവസാനത്തെ ദിവസങ്ങളെ കുറിച്ച്, ഈ ഭൗമിക ശുശ്രൂഷയുടെ അവസാനത്തെ ഒരാഴ്ചയെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുള്ളവര് അവർ പറയുന്നത് യേശു എവിടെയായിരുന്നു ഓരോ സമയത്തുനിന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച ജെറുസലേമിൽ ചെല്ലുന്ന ഓശാന, ജെറുസലേം ഇളകി മറിഞ്ഞ് വലിയ പുരുഷാരം അവനെ സ്വീകരിക്കുന്ന ഞായറാഴ്ചയാണ്. വാട്ട് ഹാപ്പൻഡ് ഓൺ മൺഡേ, വാട്ട് ഹാപ്പൻഡ് ഓൺ ട്യൂസ്ഡേ, വാട്ട് ഹാപ്പൻഡ് ഓൺ തേഴ്സ്ഡേ, ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഓൺ ഫ്രൈഡേ, what happened on Saturday, we know every details. പക്ഷേ നമുക്ക് അറിയാൻ പറ്റാത്ത
ഒരു മിസ്റ്ററി. Where was he on Wednesday? ബുധനാഴ്ച എവിടെയായിരുന്നു എന്ന് അറിയത്തില്ല. യാതൊരു സൂചനകളും തിരുവെഴുത്തുകളിലോ മറ്റു റെഫറൻസുകളിലോ നമുക്ക് കാണാനില്ല. ബുധനാഴ്ച he was absconding. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ മുങ്ങി. ബുധനാഴ്ച നമ്മുടെ സഭയുടെ പാരമ്പര്യം പറഞ്ഞ ആ ബുധനാഴ്ച താൻ മറ്റാർക്കും കൊടുക്കാതെ തൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. ബുധനാഴ്ച പൂർണ്ണമായും താൻ അമ്മയോടൊപ്പം സമയം ചിലവഴിച്ചു. താൻ യെരൂശലേമിൽ പ്രാപിക്കാൻ പോകുന്ന നിര്യാണത്തെക്കുറിച്ച് 6 ദിവസം മുമ്പ് മോശയോടും ഏലിയാവിനോടും വിശദമായി സംസാരിച്ച യേശു കർത്താവ് രക്ഷാകര പദ്ധതിയെ മുഴുവൻ 3.5 വർഷം മുമ്പ് ഗബ്രിയേൽ മാലാഖ വന്ന് വിശദീകരിച്ചു കൊടുത്ത അവതരിച്ച വചനത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയോട് സംസാരിക്കുവാൻ, സമയം ചെലവഴിക്കുവാൻ, തങ്ങൾ ചെറിഷ് ചെയ്തിട്ടുള്ള ആ മോമെന്റ്സ് വീണ്ടും റിക്കോൾ ചെയ്യുവാൻ വേറെ ആരുമില്ലാതെ പരിശുദ്ധ മാതാവുമായിട്ട് ബുധനാഴ്ച താൻ സമയം ചെലവഴിച്ചു. ഇന്നും പരിശുദ്ധ സഭ ഓരോ ബുധനാഴ്ചയും അമ്മയുടെ നാമത്തിലുള്ള നോയിമ്പ് നോക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ദിവസമാണ് ബുധനാഴ്ച. അത് ആഴ്ചയുടെ ഒത്ത മധ്യമാണ്, കൃത്യമധ്യമാണ്. കൃത്യമധ്യത്തിലുള്ള ഒക്കെയും പരിശുദ്ധ സഭ അമ്മയ്ക്കാണ് അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മധ്യാഹ്ന നമസ്കാരത്തിൽ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. 7 നേരത്തെ നമസ്കാരമാണ് മധ്യാഹ്ന നമസ്കാരം. പരിശുദ്ധ അമ്മയ്ക്കാണ് പ്രാധാന്യം. ഉച്ചനമസ്കാരം നമ്മുടെ ഗ്ലോറിയസ് ദർബാറിൽ നടക്കുന്നുണ്ട് പതിവായിട്ട്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12-ന് ഗ്ലോറിയസ് ദർബാറിൽ വരിക. നിങ്ങൾക്ക് ഉച്ചനമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയും. പരിശുദ്ധ അമ്മയുടെ ആ നട്ടുച്ചയ്ക്ക് ആ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അമ്മയെ അനുസ്മരിച്ചുകൊണ്ടാണ് സഭ അങ്ങനെ പ്രാർത്ഥനയെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ബുധനാഴ്ച യേശു കർത്താവ് അമ്മയോടൊപ്പമാണ് സമയം ചെലവഴിച്ചത്. അമ്മയോടൊപ്പം സമയം ചെലവഴിച്ച് ബുധനാഴ്ച അമ്മയോട് യാത്ര പറഞ്ഞ് തന്റെ മരണത്തെക്കുറിച്ച്, താൻ പ്രാപിക്കാനിരിക്കുന്ന നിര്യാണത്തെക്കുറിച്ച്, ശേഷം വരാനിരിക്കുന്ന മഹിമയെക്കുറിച്ചെല്ലാം വ്യക്തമായി പറഞ്ഞിട്ട് താൻ പിരിയുമ്പോൾ, താൻ ബാലനായിരിക്കുമ്പോൾ തനിക്ക് തൻ്റെ സ്വന്തം കൈകളാൽ തുന്നിക്കൊടുത്ത ആ പുതപ്പ്, 12 വർഷം രക്തസ്രാവം, അതിനാൽ കഷ്ടപ്പെട്ട ആ സ്ത്രീ ഏതൊരു വസ്ത്രത്തിന്റെ തൊങ്ങലിൽ കൈനീട്ടി തൊട്ട് സൗഖ്യം പ്രാപിച്ചോ ആ വസ്ത്രം. വിശുദ്ധ ലിഖിതങ്ങളെ നീലയും വെള്ളയും നിറമുള്ള നൂലുകളാൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആ വിശുദ്ധ വസ്ത്രം തന്റെ മാതാവിന് മടക്കി കൊടുത്തിട്ടാണ് താൻ അവിടെ നിന്ന് പോകുന്നത്. ശിഷ്യന്മാരുടെ അരികിലേക്ക്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഇന്ത്യയിൽ സുവിശേഷ വേലയിലായിരുന്ന തോമസ് ലീഹായ്ക്ക് ദർശനമുണ്ടാവുകയാണ് മാതാവിന്റെ നിര്യാണത്തെക്കുറിച്ച്. ആകാശമാർഗം എടുക്കപ്പെട്ട് താൻ യെരൂശലേമിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ശരീരവുമായി ദൂതന്മാർ സ്വർഗത്തിലേക്ക് കയറി പോകുന്ന കാഴ്ചയാണ് താൻ കണ്ടത്. താൻ കണ്ട ദിവ്യമായ കാഴ്ചയുടെ ഉറപ്പിനായി, അടയാളമായി താൻ ചോദിക്കുമ്പോൾ തനിക്ക് പരിശുദ്ധ അമ്മയുടെ അരക്കെട്ടിനൊപ്പം, അരയ്ക്ക് കെട്ടുന്ന ആ വസ്ത്രത്തോടൊപ്പം ഒരു പുതപ്പ് കൂടെ തനിക്ക് ലഭിക്കുക. ഒരു വസ്ത്രക്കൂട്ടവുമായിട്ടാണ് തോമസ് ലീഹ അപ്പോസ്തലന്മാരുടെ ഇടയിലേക്ക് ചെന്നിറങ്ങുന്നത്. തങ്ങൾ പരിശുദ്ധ മാതാവിനെ സംസ്കരിച്ചപ്പോൾ കൂടെ സംസ്കരിച്ച ആ വസ്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ അപ്പോസ്തലന്മാർ സംശയലേശമില്ലാതെ അടക്കപ്പെട്ട കല്ലറ തുറന്നു നോക്കുകയും അവിടെ പരിശുദ്ധ അമ്മയുടെ ശരീരമില്ല എന്ന് കണ്ട് വിസ്മയിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്തു. പിന്നീട് പരിശുദ്ധ സഭ സൂക്ഷിച്ച് മുതൽക്കൂട്ടായി കരുതി വെച്ചിരുന്ന ആ വസ്ത്രക്കൂട്ടത്തിൽ നിന്ന് ഒരംശമാണ് മലങ്കരയിലെ വിവിധ ദൈവാലയങ്ങളിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നത്. എത്ര വിശുദ്ധമായ, ശ്രേഷ്ഠമായ, മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ ഇങ്ങേ കണ്ണിയിലാണ്
നമ്മൾ നിൽക്കുന്നത് എന്നോർക്കുക, നമ്മുടെ ശിരസ്കരാവുക. ആ സങ്കീർത്തന ഭാഗം വായിക്കുമ്പോൾ, 61 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അവിടെ വായിക്കുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നു, നിന്റെ കൂടാരത്തിൽ ഞാൻ അഭയം പ്രാപിക്കും, നിന്റെ ചിറകുകളുടെ നിഴലിൽ ഞാൻ അഭയം തേടും. ആ ദൈവിക കൂടാരം, ആ പുതപ്പ്, ആ തൊങ്ങലുകളുള്ള ആ പുതപ്പ് ഒരു എബ്രായ പുരുഷന്റെ വസ്ത്രത്തിന്റെ ഭാഗമായി ന്യായപ്രമാണം അനുശാസിക്കുന്ന ആ പുതപ്പ്, ആ പുതപ്പിന് കീഴിൽ ഞാൻ അഭയം തേടും. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു രൂപ ആയി, കൊടുങ്കാറ്റിന് ഒരു മറവായി, പിശറിന് ഒരു സങ്കേതമായി, ഉഷ്ണത്തിൽ ഒരു തണലായി, വേനൽക്ക് ഒരു നിഴലായി, ഒരു വൻപാറയുടെ തണൽ പോലെ, എളിയവനൊരു ദുർഗമായി, അനാഥനൊരു ആശ്രയമായി ആ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ആ പ്രാർത്ഥനകളാണ് നമ്മുടെ അഭയം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. May God bless you. Thank you for listening me. Thank you for watching. Father,